തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തൃശൂർ പാലസ് റോഡിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. ശങ്കരയ്യ റോഡിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു. തൃശൂർ പൂരം വെടിക്കെട്ട് കൂടുതൽ ആളുകൾക്ക് കാണാൻ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൂരം വെടിക്കെട്ടിനു വേണ്ടി ത്രിതല പ്ലാൻ തയ്യാറാക്കിയതായി മന്ത്രി. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ബിജെപി അംഗങ്ങൾ അജണ്ടകൾ പിടിച്ചുവാങ്ങി വലിച്ചുകേറി. അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ കെ മുരളിയെ കൌൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന ആവശ്യം ശക്തം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. സംസ്കാരം ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30. ഭൌതികദേഹം ബുധനാഴ്ച മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇടവേളയ്ക്ക് ശേഷം മോതിരക്കണ്ണി പീലാർമൊഴി ജനവാസ കേന്ദ്രത്തിൽ ആനയും പുലിയും ഒന്നിച്ചെത്തി. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിലെ ഒറ്റയാനെ മയക്കുവെടിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശം. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ശക്തമായ മഴ വ്യാപക നാശം വിതച്ചത്. സ്വപ്ന ജംഗ്ഷൻ, ബിനി ജംഗ്ഷൻ, പാലസ് റോഡ് എന്നിവിടങ്ങളിൽ മരം കടപുഴകി വീണു. പാലസ് റോഡിൽ മരത്തിനടിയിൽ 6 വാഹനങ്ങൾ കുടുങ്ങി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനങ്ങൾ കാറ്റിൽ നിലത്ത് വീണു. അഗ്നിശമന സേന എത്തിയാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. നടുവിലാലിലെ ട്രാൻസ്ഫോമറിൽ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായത് യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി. കിഴക്കുംപാട്ടുകര സന്തോഷ് റോഡിൽ മരങ്ങൾ വീണു. കോസ്മോ റോഡിൽ വീടിന്റെ ട്രസ് കാറ്റിൽ പറന്ന് റോഡിൽ വീണു. നെല്ലങ്കര ആലുവെട്ടി വഴിയിൽ തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒല്ലൂക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. സമീപത്തെ ട്രാൻസ്ഫോമറും നിലം പതിച്ചു. തൃശൂർ പാറയിൽ ഏജൻസിക്ക് സമീപം കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം കടകളിൽ വെള്ളം കയറി. എൽത്തുരുത്ത് PB റോഡിൽ മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും വീണു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് നഗരവും പരിസര പ്രദേശങ്ങളും മണിക്കൂറുകളോളം ഇരുട്ടിലായി. കനത്ത മഴയിൽ തൃശൂർ കുറുപ്പം റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറി. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തെങ്കിലും റോഡിന് ആനുപാതികമായി കാന ഉയർത്തി നിർമ്മിക്കാത്തതാണ് കടകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. രാത്രി പെയ്ത കനത്ത മഴയിൽ കുറുപ്പം റോഡിലെ ഇരുവശത്തുമുള്ള നിരവധി കടകളിലേക്ക് വെള്ളം കയറിയത് മൂലം സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കുതിർന്ന നിലയിലാണ്. രാവിലെ വ്യാപാരികൾ കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടകളിൽ വെള്ളം കയറിയ വിവരം അറിയുന്നത്. നഷ്ടങ്ങൾ കണക്കാക്കി വരുന്നു. അതേസമയം നവീകരണം പൂർത്തിയാക്കിയ റോഡിന് കാനയും നടപ്പാതയും ഇല്ലാത്തതും കാൽനട യാത്രികരെയും ഇരുചക്രവാഹന യാത്രികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ നിർത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. തൃശൂർ കുറുപ്പം റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറിയതിന് കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. നിർമ്മാണ സമയത്ത് തന്നെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് കോർപ്പറേഷൻ ഗൌരവമായി പരിഗണിക്കാത്തതാണ് ഇപ്പോൾ റോഡിന് ഇരുവശത്തുമുള്ള കടകളിൽ വെള്ളം കയറുന്നതിന് കാരണമായതെന്ന് കൌൺസിലർ പറഞ്ഞു. മേൽപ്പാലത്തിലേക്കുള്ള റോഡ് പോലെയാണ് സ്വരാജ് റൌണ്ടിലേക്കുള്ള കുറുപ്പം റോഡിന്റെ നിലവിലെ സ്ഥിതിയെന്ന് കൌൺസിലർ ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരം വെടിക്കെട്ടിന് ഒരാശങ്കയും വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. പൂരം വെടിക്കെട്ടിനു വേണ്ടി ത്രിതല പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെടിക്കെട്ട് കൂടുതൽ ആളുകൾക്ക് കാണാൻ പുതിയ ഡിസൈൻ ഒരുക്കും. സ്വരാജ് റൌണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിൽ പൂരപ്രേമികൾക്ക് നിൽക്കാനുള്ള സൌകര്യമൊരുക്കും. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കും. മാഗസിൻ ഒഴിവാക്കിയാകും വെടിക്കെട്ട് നടത്തുക. ഫയർ ലൈനിലും മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ADM T മുരളി, തഹസിൽദാർ ജയശ്രീ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ആ വിധത്തിൽ വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു പുതിയ ഡിസൈനിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ
കറക്റ്റ് തെക്കേ ഗോപുരനടയാണ്. ഈ ഭാഗം തെക്കേ ഗോപുരനടയാണ്. ഇത് നമ്മുടെ വടക്കുന്നാഥൻ്റെ പ്രമിസസാണ് പൂർണ്ണമായിട്ടും കാണുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 200 മീറ്റർ മാഗസീനിൽ നിന്നും അകലം നമ്മൾ ഉപേക്ഷിച്ചു. കഴിഞ്ഞ തവണ ആളുകൾ നിർത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം ഫയർ ലൈനിൽ നിന്ന് മാഗസീനിൽ നിന്ന് 45 മീറ്റർ ഫയർ ലൈനിലേക്കും ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ ആളുകൾ നിൽക്കുന്നതിലേക്കും വേണം എന്നായിരുന്നു. അപ്പോൾ മാഗസിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 45 മീറ്റർ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ ആ 45 മീറ്റർ അപ്രസക്തമായി. ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതാണ്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാറമേക്കാവ് ദേവസ്വം സാധാരണയുള്ള ഫയർ ലൈൻ കുറച്ച് തെക്കേ ഗോപുരനടയിലേക്ക് ഒരു 15 മീറ്റർ ഉള്ളിലേക്ക് വലിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ അനുസരിച്ച്. കാരണം മാഗസീനിൽ നിന്ന് 45 മീറ്റർ എന്നതും ഇപ്പോൾ പ്രസക്തമല്ല. അപ്പം അതുകൊണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 15 മീറ്ററോളം ദൂരം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫയർ ലൈനിനെ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്യാൻ നമുക്കായി. പാറമേക്കാവിലിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പോയിന്റിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. എന്നാൽ ജോസ് തിയേറ്ററിൻ്റെ ഏതാണ്ട് പാരലലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ തെക്കേ ഗോപുരനടയിലേക്ക് കയറി തെക്കേ ഗോപുരനടയിൽ നിന്ന് ടേൺ ചെയ്ത് ബാറ്റയുടെ മുമ്പിലുള്ള പോയിന്റിലേക്ക് ഇറങ്ങി അങ്ങനെ അവസാനിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പാറമേക്കാവിലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൂട്ടപ്പൊരിച്ചിലുണ്ടാവുക മണികണ്ഠനാലിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും, റോഡിൻ്റെ അപ്പുറത്തായിരിക്കും. അതും പാറമേക്കാവ് അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ കൂടി തീരുമാനിച്ചതോടുകൂടി ഒരു വലിയ പ്രദേശമാകെ പുതിയതായ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷത്തിനിടെ കൌൺസിൽ ക്ലർക്കിൽ നിന്നും അജണ്ടകൾ ബലമായി പിടിച്ചുവാങ്ങി BJP അംഗങ്ങൾ വലിച്ചുകേറിയെറിഞ്ഞു. പ്രതിമാസം ആശാ വർക്കർമാർക്ക് നഗരസഭാ തനത് ഫണ്ടിൽ നിന്നോ പദ്ധതിയിൽ നിന്നോ 2000 രൂപ അധിക വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ അവതരിപ്പിച്ച പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ബഹളത്തിനിടെ BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളി ചായ വെച്ചിരുന്ന കപ്പും സോസറും താഴേക്ക് തട്ടിയിട്ട് പൊട്ടിച്ചു. BJP അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിയോടെ കൌൺസിൽ ഹാളിന്റെ പുറത്തു കടന്ന BJP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഓഫീസിനു മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ഓഫീസ് വരാന്തയിലെ ചെടിച്ചട്ടികൾ മറിച്ചിട്ടു. നഗരസഭയിൽ അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളിയെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ പിന്നീട് അറിയിച്ചു. ചെയർപേഴ്സൺ ഉച്ചഭക്ഷണത്തിനായി ഓഫീസിൽ നിന്നും പുറത്തുപോയതോടെ BJP അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചു. ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അവതാരകനും പുഷ്പ മുരളി അനുവാദകയുമായി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്ക് ശേഷം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ചാലക്കുടി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടം. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി ഏപ്രിൽ 28-ന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസ്, RTO, ചാലക്കുടി തഹസിൽദാർ എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന മേഖലകളിൽ ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡന്മാരെ നിയമിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെയും ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിത റാണി, തഹസിൽദാർമാരായ KM സിവീഷ് സാഹു, KM ജേക്കബ്, MS കിഷോർ, ഒല്ലൂർ ACP SP സുധീരൻ, ചാലക്കുടി DYSP K സുമേഷ്, തൃശൂർ റൂറൽ DYSP SY സുരേഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ കൊല്ലം സ്വദേശിയായ അച്ഛനും മകനുമാണ് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ് ബാബു എന്നിവരാണ് ദൃശ്യത്തിലുള്ളത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത് ആദ്യമായല്ല ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ പരാതി ഉയരുന്നത്.
ആക്രോശിച്ചും വടികൊണ്ട് തടഞ്ഞും കയർ കൊണ്ടുള്ള വടം കൊണ്ട് തള്ളിയുമുള്ള മോശം പെരുമാറ്റത്തിനെതിരെ നേരത്തെ നിരവധി തവണ പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവാറില്ല. ക്ഷേത്രാന്തരീക്ഷത്തിന് നിരക്കാത്ത വിധം പെരുമാറുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മാറ്റണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്കാനാവുന്നില്ല എന്ന് പരാതിയുമുണ്ട്. പോലീസ് യൂണിഫോമിന്റെ മാതൃകയിലുള്ള ഇവരുടെ യൂണിഫോം മാറ്റണമെന്നാണ് ഭക്തസംഘടനകളുടെ ആവശ്യം. ഭക്തർക്ക് നിരന്തരമായ ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും മൗനം പുലർത്തുന്ന ദേവസ്വം ശാന്തമായ അന്തരീക്ഷത്തിൽ സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്ന് ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടു. TCV ഗുരുവായൂർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ ബസിലിക്ക ഓഫ് സെന്റ് മേരി മേജറിലാണ് സംസ്കാരം നടക്കുക. കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. അതേസമയം മാർപ്പാപ്പയുടെ ഭൌതികദേഹം പൊതുദർശനത്തിനായി ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കും. വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൌകര്യമൊരുക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി തൃശൂർ കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കോൺഗ്രസ്. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ അങ്കണത്തിലെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഇതിന് സമീപം സ്ഥാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുന്നിൽ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരടക്കമുള്ള LDF കൗൺസിലർമാരും ജീവനക്കാരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് കൗൺസിൽ ഹാളിൽ അനുശോചന യോഗവും നടന്നു. അതേസമയം മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ കോൺഗ്രസും BJPയും മേയർക്ക് കത്ത് നൽകിയിരുന്നു. ഇത് അവഗണിച്ച മേയറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ മേയർ പങ്കെടുത്ത അനുശോചന ചടങ്ങിലും യോഗത്തിലും പങ്കെടുത്തില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൗൺസിലർമാർ മേയറും സംഘവും പിൻവാങ്ങിയ ശേഷം മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പിന്നീട് കൗൺസിൽ ഹാളിന് പുറത്ത് മാർപ്പാപ്പയുടെ ചിത്രം വെച്ച് മെഴുകുതിരി തെളിയിച്ച കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു. ഇതേസമയം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം വിനിയോഗിച്ചതിന് തൃശൂർ കോർപ്പറേഷനെ 1ാം സ്ഥാനത്തെത്തിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ കൗൺസിൽ യോഗം ആദരിച്ചു. തുടർന്ന് തൊഴിൽ പൂരമടക്കമുള്ള അജണ്ടകൾ കൗൺസിൽ വായിച്ച് പാസാക്കി. TCV തൃശൂർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു. ലോകസമാധാനത്തിനു വേണ്ടി നിരന്തരം ശബ്ദിച്ച മഹാനായിരുന്നു പാപ്പ. യുദ്ധക്കൊതിയന്മാർക്കും വെട്ടിപ്പിടുത്തക്കാർക്കുമെതിരെ അചഞ്ചലമായ നിലപാടുകൾ സ്വീകരിച്ച മാർപ്പാപ്പ അശരണരായ മനുഷ്യർക്കായി ലോകവേദികളിൽ നിലകൊണ്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തിരസ്കൃതരുമായ മനുഷ്യരുടെ പക്ഷത്ത് നിലയുറപ്പിച്ച മാർപ്പാപ്പയുടെ സേവനങ്ങൾ എക്കാലത്തും ഓർക്കപ്പെടുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൃശൂർ അതിരൂപത CLC ആദരാഞ്ജലികൾ അർപ്പിച്ചു. CLC സീനിയർ, യൂത്ത് CLC അംഗങ്ങൾ തൃശൂർ പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു. അനുസ്മരണ പ്രാർത്ഥനയ്ക്ക് CLC അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പിള്ളി, ഫാദർ സെബി വെളിയൻ എന്നിവർ നേതൃത്വം നൽകി. സീനിയർ പ്രസിഡന്റ് വിനേഷ് കോളങ്ങാടൻ, യൂത്ത് പ്രസിഡന്റ് ജെറിൻ ജോസ്, ഗ്ലോറിൻ ജോയ്, ഡെൽവിൻ ഡേവിസ്, AD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം മോതിരക്കണ്ണി പീലാർമുഴിയിൽ ജനവാസ കേന്ദ്രത്തിൽ ആനയും പുലിയും ഒന്നിച്ചെത്തി. മൽപ്പാൻ തോമസിന്റെ വീട്ടുപറമ്പിലാണ് ചൊവ്വാഴ്ച രാത്രി 7:30യോടെ ആനയെത്തിയത്. ആന കവുങ്ങൊടിച്ചിടുന്ന ശബ്ദം കേട്ടെത്തിയ അയൽവാസിയായ കല്ലുമട തിലകൻ ആനയെ തുരത്താൻ പടക്കം പൊട്ടിക്കുകയായിരുന്നു. പടക്കത്തിന്റെ ശബ്ദത്തിൽ ആന മലയിലേക്ക് തിരിച്ചുപോയി. ഈ സമയത്താണ് എടയപ്പുറം വേലായുധന്റെ വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിൽ നിന്നിരുന്ന പുലി ഓടിപ്പോകുന്നത് കണ്ടത്. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ മയക്കുവെടി വെച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തിയിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം ആനയുടെ മുൻപിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരായ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റോഡിന്റെ വശങ്ങളിലുള്ള തോട്ടങ്ങളിലും പറമ്പുകളിലുമാണ് ആന തമ്പടിക്കുന്നത്. പല സമയങ്ങളിലും റോഡിലേക്കിറങ്ങുന്ന ആനയുടെ മുൻപിൽപ്പെടുന്ന യാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്.
തോട്ടങ്ങളിൽ ടാപ്പിനിങ്ങിറങ്ങുന്ന തൊഴിലാളികളും ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. തൊഴിലാളികളെയും പരിസരവാസികളെയും ആക്രമിക്കാനെത്തുന്ന ആനയ്ക്ക് വനപാലകർ സംരക്ഷണം നൽകി കൊടുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ചേരുന്ന യോഗങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായം അറിയാനോ വനം വകുപ്പിന്റെ ഉന്നതാധികാരികൾ ശ്രമിക്കാറില്ലെന്ന് റബ്ബർ എസ്റ്റേറ്റ് ലേബർ കോൺഗ്രസ് INTUC ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ പറഞ്ഞു. ആനയെ മയക്കുവെടിവെച്ച് ജനവാസ മേഖലയിൽ നിന്ന് അകറ്റാൻ നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായും ആന്റണി കുറ്റൂക്കാരൻ അറിയിച്ചു. ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരാക്രമണം 27 പേർ കൊല്ലപ്പെട്ടതായി വിവരം. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിനോദസഞ്ചാരത്തിനായി കാശ്മീരിലേക്ക് പോയ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള 3 ജഡ്ജിമാർ സുരക്ഷിതരാണെന്നുള്ള വിവരം ലഭിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി. ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. രാസലഹരി കേസിലെ ഒരാൾ കൂടി ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. മനക്കുടി സ്വദേശി പ്രണവിനെ രാസലഹരി നൽകിയ കാസർഗോഡ് പള്ളിക്കര സ്വദേശി ആലിക്കര വീട്ടിൽ AM ആസിഫ് എന്നയാളെയാണ് ഗുരുവായൂർ കാവീട് നിന്നും പിടികൂടിയത്. പുത്തൻപള്ളി പരിസരത്ത് വെച്ച് മനക്കുടി സ്വദേശിയായ പ്രണവിൽ നിന്നും ഈസ്റ്റ് പോലീസ് 10.28 ഗ്രാം രാസലഹരി പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കാസർഗോഡ് സ്വദേശിയാണ് പ്രണവിന് രാസലഹരി എത്തിച്ചിരുന്നത് എന്നും അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 3 അംഗ സംഘം ചിക്കൻ സെന്റർ ഉടമയെ മർദ്ദിച്ചു. കടയുടമ കാച്ചേരി സ്വദേശി കോട്ടപ്പടി വീട്ടിൽ സന്തോഷിനെയാണ് 3 അംഗ സംഘം മർദ്ദിച്ചത്. പ്രതികൾ കത്തികൊണ്ട് കുത്താനുള്ള നീക്കം തടയുന്നതിനിടെ സന്തോഷിന്റെ കൈക്ക് മുറിവേറ്റു. അക്രമികൾ സന്തോഷിനെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പോലീസ് ജീപ്പ് കണ്ടതോടെ യുവാക്കൾ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. പരിക്കേറ്റ സന്തോഷിനെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി ഒല്ലൂർ പോലീസ് അറിയിച്ചു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT NDPS നിയമപ്രകാരമുള്ള 2025 ആദ്യത്തെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും മറ്റും ജില്ലയിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന അണ്ണല്ലൂർ ഗുരുതിപ്പാല സ്വദേശി കോട്ടുകര വീട്ടിൽ വിശാലിനെയാണ് 1 വർഷത്തെ തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനും ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുമുള്ള നിയമമാണ് PIT NDPS. ഇതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന വിശാലിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാളയിൽ മാങ്ങ പറിക്കാനെത്തിയവരെ തേനീച്ചകൾ ആക്രമിച്ചു. ഭയന്നോടി വാഹനത്തിലും വീടുകളിലും ഒളിച്ചിരുന്ന ഇവരെ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൊമ്പത്തുകടവിൽ കളത്തിപ്പറമ്പിൽ പ്രഭാകരന്റെ പറമ്പിൽ നിന്ന് മാങ്ങ വാങ്ങിയ പാലത്തിങ്കൽ ജോർജിന്റെ കീഴിലുള്ള തൊഴിലാളികൾക്കാണ് തേനീച്ച കുത്തേറ്റത്. പരിക്കേറ്റ 5 പേർ പ്രാഥമിക ചികിത്സ തേടി. മറ്റൊരു സ്ഥലത്ത് മാങ്ങ പറിച്ച ശേഷം ഭക്ഷണം കഴിഞ്ഞെത്തിയ ഇവർ കൊമ്പത്തുകടവിലെ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. മാളയിൽ നിന്ന് അഗ്നിരക്ഷാസേന സുരക്ഷാ മുൻകരുതലുകളുമായി എത്തിയാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ജയൻ, സീനിയർ ഓഫീസർ പ്രേംചന്ദ്രൻ നായർ, KA അജീഷ്, MR അരുൺകുമാർ, MD അരുൺദാസ്, GS രഞ്ജിത്ത്, NP അജിത്, അഖിൽ T ബാബു, ഷെഫീഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ദേശീയ അംഗീകാര നിറവിൽ വീണ്ടും തൃശൂർ കില. തുടർച്ചയായി 2ാം വർഷവും ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാണ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം കിലയ്ക്ക് ലഭിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർധനവിലൂടെ അവയുടെ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി 2023-24 വർഷത്തിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലുകൾക്കാണ് കിലയ്ക്ക് ഈ വർഷവും ദേശീയ അംഗീകാരം നേടിക്കൊടുത്തത്. സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് രാജ്യത്തുടനീളമുള്ള പഞ്ചായത്ത് രാജ് പരിശീലനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ മാതൃകാപരമായ ശ്രമങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാണ സർവോത്തം സംസ്ഥാൻ നിർമ്മാണ പുരസ്കാര വിഭാഗത്തിലെ 1ാം സ്ഥാനത്തേക്കാണ് കില തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയം നൽകുന്ന പുരസ്കാരങ്ങളിൽ
കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഏക സാന്നിധ്യവുമാണ് കില. 2024 ഈ പുരസ്കാരം കിലയ്ക്കായിരുന്നു ലഭിച്ചത്. ബീഹാറിലെ മധുബാനിയിൽ ഈ മാസം 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയും ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങും. പുരസ്കാര തുകയായി 1 കോടി രൂപ ലഭിക്കും. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ, രജിസ്ട്രാർ ടോബി തോമസ്, അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, സീനിയർ അർബൻ ഫെല്ലോ ഡോക്ടർ കെ രാജേഷ്, റിസർച്ച് അസോസിയേറ്റ് കെ യു സുകന്യ തുടങ്ങിയവർ കിലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഡോക്ടർ വയല വാസുദേവൻ പിള്ള ജന്മവാർഷികവും അനുസ്മരണ സമ്മേളനവും തൃശൂരിൽ നടന്നു. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. TM എബ്രഹാം വയല അനുസ്മരണം നടത്തി. നടനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായി. വയല യുവപ്രതിഭ അവാർഡ് ബിമീഷ് മണിയൂരിന് സമ്മാനിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ശ്രീജിത്ത് രമണനെ ആദരിച്ചു. ED ഡേവിസ്, N രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ M പ്രദീപൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ട എന്ന നാടകവും അരങ്ങേറി. കെ രാധാകൃഷ്ണൻ MP-യെ ജാതീയമായി അധിക്ഷേപിച്ച പ്രതി മായന്നൂർ സ്വദേശി വലിയ പറമ്പിൽ വിപിൻ ദാസിനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സ്പെഷ്യൽ കോടതി ജഡ്ജി K കമനീസ് റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതിനുള്ള പര്യടനം നടത്തിയതിന്റെ വാർത്ത ചേലക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റൈറ്റ് വിഷൻ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയാണ് പ്രതി ജാതീയമായി അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിൽ കമന്റിട്ടത്. സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മെയ് 20 പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്താണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന കൺവെൻഷൻ HMS അഖിലേന്ത്യാ സെക്രട്ടറി തമ്പാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ്, ജില്ലാ സെക്രട്ടറി T സുധാകരൻ, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CITU നേതാക്കളായ MK കണ്ണൻ, KK പ്രസന്നകുമാരി, PK ഷാജൻ, ലതാചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആമ്പല്ലൂർ വെണ്ടൂരിൽ 3 വയസ്സുകാരിയുടെ മരണത്തിന് കാരണം ഭക്ഷ്യവിഷബാധയേറ്റതാണെന്ന് സ്ഥിരീകരണമില്ല. മരണകാരണം ഭക്ഷ്യവിഷബാധയോ തുടർച്ചയായി ഛർദിലിനിടയിൽ ശ്വാസതടസ്സമുണ്ടായതോ ആകാമെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം എന്നിവ വന്നതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. വെണ്ടൂർ കല്ലൂക്കാരൻ ഹെൻറിയുടെയും റോസ്മേരിയുടെയും മകൾ ഒലിവിയ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. കുട്ടിയും കുടുംബവും ഭക്ഷണം കഴിച്ച അങ്കമാലിയിലെ ഹോട്ടലിനെ സംബന്ധിച്ച് മറ്റു പരാതികളില്ലെന്നും കുടുംബാംഗങ്ങൾ എല്ലാവരും പലതരത്തിലുള്ള ഭക്ഷണമാണ് കഴിച്ചതെന്നും ആരോഗ്യവകുപ്പും പോലീസും പറയുന്നു. പുതുക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. 6 മാസം പ്രായമുള്ള കുഞ്ഞ് ചികിത്സാ സഹായം തേടുന്നു. തെക്കുംകര പഞ്ചായത്ത് പുന്നമ്പറമ്പ് വയലാലെ വീട്ടിൽ ഗോപി പ്രവീണ ദമ്പതികളുടെ ഏകമകൾ ദൈവികയാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. കുഞ്ഞ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വേണ്ടിവരും. ഇത്രയും ഭീമമായ തുക സ്വരൂപിക്കാൻ ഓട്ടോ ഡ്രൈവറായ ഗോപിയുടെ കുടുംബത്തിന് മാത്രമായി കഴിയില്ല. ദേവികയുടെ ചികിത്സാ സംബന്ധമായ പണം കണ്ടെത്തുന്നതിന് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ദേവിക ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക. അക്കൗണ്ട് നമ്പർ 400101057865 കേരള ഗ്രാമീൺ ബാങ്ക് മണലിത്തറ ശാഖ. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും ഗാന്ധിയനുമായ ഒല്ലൂർ പിയാർപ്പടി സ്വദേശി PV ഗംഗാധരൻ മാസ്റ്റർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭാഷാ അധ്യാപക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ്, തൃശൂർ സഹൃദയവേദി പ്രസിഡന്റ്, മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പെൻഷനേഴ്സ് സംസ്ഥാന സമിതി അംഗം, ഒല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
കവിയും കഥാകാരിയുമായ ഡോക്ടർ നീരജ നിധിന്റെ പുതിയ കവിതാ സമാഹാരം എന്റെ താമരപ്പൊയ്കയിലൂടെ തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മനസ്സിനെ ആർദ്രമാക്കാനും തീക്ഷ്ണമാക്കാനും അലസമായ മനസ്സിനെ കർമ്മോത്സുകമാക്കാനുമുള്ള കഴിവ് കവിതയ്ക്കുണ്ടെന്ന് പ്രകാശനം നിർവഹിച്ചുകൊണ്ട് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ പറഞ്ഞു. സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തിരുത്താനായി പ്രവർത്തിക്കുന്നത് പ്രതിബദ്ധതയുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അവർ പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നേതാവ് ടി.കെ. മീരാഭായ് പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരി അനിത ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ നയന വൈദേഹി സുരേഷ്, സഞ്ജയ് കെ സത്യൻ, ലയ പി നടുവിൽ, ഡോക്ടർ നീരജ നിധിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,292 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തൃശൂർ പാലസ് റോഡിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. ശങ്കരയ്യ റോഡിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു. തൃശൂർ പൂരം വെടിക്കെട്ട് കൂടുതൽ ആളുകൾക്ക് കാണാൻ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൂരം വെടിക്കെട്ടിനു വേണ്ടി ത്രിതല പ്ലാൻ തയ്യാറാക്കിയതായി മന്ത്രി. ആശാസമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ബി.ജെ.പി. അംഗങ്ങൾ അജണ്ടകൾ പിടിച്ചുവാങ്ങി വലിച്ചുകീറി. അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ കെ മുരളിയെ കൌൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ. ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന ആവശ്യം ശക്തം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. സംസ്കാരം ഇന്ത്യൻ സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30. ഭൗതികദേഹം ബുധനാഴ്ച മുതൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിന് വെക്കും. ഇടവേളയ്ക്ക് ശേഷം മോതിരക്കണ്ണി പീലാർമൊഴി ജനവാസ കേന്ദ്രത്തിൽ ആനയും പുലിയും ഒന്നിച്ചെത്തി. പാലപ്പുഴ കുണ്ടായി ജനവാസ മേഖലയിലെ ഒറ്റയാനെ മയക്കുവെടി വെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.